സിനിമയെ കുറിച്ച് നിന്റെ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായി? വാട്ട്സ് അപ്പ് എവരിവൺ. ഇന്ന് നമ്മളങ്ങനെ ഫൈനലി ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് കാണാൻ പോവുകയാണ്. ഇവിടെ കുറേ ഹേറ്റ് സംഭവമൊക്കെ ഉണ്ട് ഇപ്പോൾ സിനിമേനെ പറ്റി. അതൊക്കെ റിയൽ ആണോ ഫേക്ക് ആണോ, സിനിമ എന്തോരം നല്ലതാണ്, കുറേ റീഷൂട്ടൊക്കെ ഉണ്ടായതൊക്കെ കേട്ടായിരുന്നു. റീഷൂട്ട് ഉണ്ടായതല്ല, സിനിമ അവരെടുത്തു കഴിഞ്ഞിട്ട് മൊത്തം തന്നെ ഒരു പ്രാവശ്യം അവർ ഡിലീറ്റ് അടിച്ച് വീണ്ടും സിനിമ സ്റ്റാർട്ടിങ് പോലെ ഷൂട്ട് ചെയ്തെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അതൊക്കെ എങ്ങനെയാവുമെന്നൊക്കെ സിനിമ കണ്ടറിയാം. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കാം. അങ്ങനെ സിനിമയൊക്കെ കണ്ടു തീർന്നു. എൻ്റെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറേ ഫ്രണ്ട്സ് ഇത് ഐമാക്സിൽ പോയി കണ്ടിട്ട് അവർ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞ്, ഇത് ഐമാക്സിൽ കണ്ടിട്ട് പോലും രസമില്ല, കാശ് വേസ്റ്റ് ചെയ്യണ്ടെന്നൊക്കെയാണ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് കാരണം ഞാനിവിടെ ഫോറം മോളിലെ PXL തന്നെ എന്തായാലും ഇത് വന്ന് കാണാമെന്നാണ് തീരുമാനിച്ചത്. കാരണം ഐമാക്സ് കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ സ്ക്രീൻ എന്തായാലും കൊച്ചിയിൽ PXL തന്നെയാണ്. എടാ നിന്നെ കണ്ട ആ സ്റ്റാഫിനെ പോലെ തന്നെ ഉണ്ട്. തലയിൽ ആ സാധനം കൂടെ വെച്ച ആ ലുക്ക് ഒന്ന് കറക്റ്റ് ആവും. അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇവിടെ ഫുഡ് കോർട്ടിലും ഫുഡ് കഴിഞ്ഞ് ഒറ്റ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഇതിന് അത്യാവശ്യം നല്ല ഹേറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. ഹേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ചീത്ത സിനിമയാണെന്ന് ചോദിച്ചാൽ ചീത്ത സിനിമ അല്ല, ഒരു ഡീസന്റ് അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. ബാക്കി ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നല്ലോ സിനിമ ഈ നെഗറ്റീവ് റിവ്യൂ പറയണ അത്ര ഒന്നുമില്ല സിനിമയിൽ. കാരണം എപ്പോഴും ഇറങ്ങുന്ന സാധാ മാർവൽ ഇതിനും ഇറങ്ങിയേക്കണ ഈ കൊറോണ കേസില്ലേ, ഈ NDAവിന് ശേഷം ഇറങ്ങിയേക്കണ സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെയിം തന്നെയാണ്. അല്ലാതെ ബാക്കിയുള്ള പണ്ടത്തെ ക്യാപ്റ്റൻ അമേരിക്ക സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ സിനിമ അതിന്. കാരണം രണ്ട് ടൈപ്പ് ക്യാപ്റ്റൻ അമേരിക്കയാണ്. ഒരെണ്ണമെന്ന് പറഞ്ഞാൽ OG ക്യാപ്റ്റൻ അമേരിക്ക, അതാണ് നമ്മൾ മാർവലിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് കണ്ടേക്കണം. അപ്പോൾ അതിൽ നിന്ന് പുതിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സിനിമയിൽ ഇപ്പോൾ ചില സീനിൽ സാമിൽസിനെ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് വിളിക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ ചില ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായി, ചില ആൾക്കാർ ചിരിക്കുന്നുണ്ടായി. ഈ പുള്ളി ഷീൽഡ് കൊണ്ട് നടക്കുന്നത് ചില സീനിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഓവറോൾ എങ്ങനെ പറയുകയാണെങ്കിൽ
ക്യാരക്ടറിനെ ആയിരിക്കും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്റ്റീവ് റോജേഴ്സ് തന്നെ നമ്മുടെ ഇതിലുള്ളത്. അപ്പം അങ്ങനെയാണ് മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു സിനിമയാണ്. ഒരു 5-ൽ ഒരു 3.5 കൊടുക്കാം. അതന്നെ ഇത് മറ്റേ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൽ എനിക്ക് എന്താണോ തോന്നിയത് അതുപോലെ തന്നെ എനിക്ക് ഇതിനകത്ത് തോന്നിയത്. അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു നല്ല സ്പൈഡർമാൻ സിനിമയാണോ എന്ന് ചോദിച്ചാൽ അല്ല, നല്ല സിനിമയാണോ എന്ന് വെച്ചാൽ ഒരു സിനിമയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അതൊരു നല്ല സിനിമയാണ്. സ്പൈഡർമാൻ്റെ നല്ല സിനിമയാണെന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. അത് തന്നെയാണ് ഇവിടെ കുഴപ്പം. കുറേ പേർക്ക് സാം വിൽസൻ്റെ ക്യാപ്റ്റൻ അമേരിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ നല്ല സിനിമയാണെന്ന് ചോദിച്ചാൽ ഒരു ഡീസൻറ്റ് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണെന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ഒരു നല്ല ക്യാപ്റ്റൻ അമേരിക്ക സിനിമയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് പറഞ്ഞേക്കുന്ന ക്യാപ്റ്റൻ അമേരിക്ക സിനിമ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് മെയിനായിട്ട് ക്യാപ്റ്റൻ അമേരിക്കനെ മാത്രമല്ല ഫോക്കസ് ചെയ്തേക്കുന്നത്. വേറെ കുറെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും മറ്റേതാണെങ്കിലും ബക്കി, അയൺമാൻ എല്ലാവരെയും ഫോക്കസ് ചെയ്തിട്ടൊക്കെ കുറെ പ്ലോട്ടൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് മെയിനായിട്ട് ഒറ്റ പ്ലോട്ടിലല്ല പോയേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ പ്രസിഡന്റ് അതുകൊണ്ട് ചില ആൾക്കാർക്ക് എന്തൊക്കെയോ തോന്നുന്നു. മറ്റേന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് സ്പൈഡർമാൻ വരുന്നത്, അല്ലാത്ത ക്യാരക്ടേഴ്സിൻ്റെ എൻട്രി. ഇതിൻ്റെ അകത്ത് അങ്ങനെ പറയാനാണെങ്കിൽ ക്യാമിയോ എന്ന് പോലും പറയാൻ പറ്റില്ല. ജസ്റ്റ് വന്ന് കണ്ടിട്ട് വേണം ബക്കിയുടെ ചെറിയൊരു റോൾ. പക്ഷെ അത് ക്യാമിയോ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഇല്ലാത്തൊരു സീൻ, ജസ്റ്റ് വരുന്നു പോകുന്നു. അതൊക്കെ തന്നെ ഉള്ളു. ഇപ്പോൾ നിങ്ങൾ പണ്ടത്തെ മാർവലിൻ്റെ സിനിമയായിട്ട് കമ്പയർ ചെയ്യരുത്. ഇതിനെ ഈ ഒരു ഫേസിൽ മാർവലിൻ്റെ ഇപ്പോഴത്തെ ഫേസിൽ വരുന്ന സിനിമയിൽ കഴിഞ്ഞ് വന്നേക്കുന്ന തോർ, ലവ് ആൻഡ് തണ്ടർ, ആൻറ്റ്മാൻ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വളരെ 100 മടങ്ങ് നല്ല സിനിമയാണ് ഇത്. അപ്പോൾ ഈ ഫേസിൽ തന്നെ വന്നേക്കുന്ന ഒരു ഡീസൻറ്റ് സിനിമ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. അല്ലാതെ ഇത് മാസ്റ്റർ പീസ് ആണോ എന്ന് ചോദിച്ചാൽ ഒട്ടുമല്ല, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് സിനിമ അത്രേ ഉള്ളൂ. അപ്പോൾ പുള്ളിയുടെ മറ്റേ ഇതിനകത്ത് താഡിയസ് റോസിൻ്റെ ഒക്കെ ഞാൻ പുള്ളിയുടെ ആക്ടറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ മറ്റേ ഇതിനകത്തൊക്കെ ഉള്ളായിരുന്നു. ഏതായിരുന്നാണോ മറ്റേ ട്രഷറിൻ്റെ മറ്റേ ഇത് താഡിയസ് റോസിനെ പ്ലേ ചെയ്തിരിക്കുന്ന ആക്ടറിൻ്റെ ഒക്കെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പുള്ളി ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു പോയിന്റിൽ ക്യാപ്റ്റൻ അമേരിക്കനെ കഴിഞ്ഞ് കൂടുതൽ സ്ക്രീൻ പ്രസൻസ് പുള്ളിക്ക് ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഹൾക്കിൻ്റെ റെഡ് ഹൾക്കിൻ്റെ CGI എനിക്ക് നന്നായിട്ട് തോന്നി. റെഡ് ഹൾക്ക് കുറച്ച് നേരത്തേക്ക് ഉള്ളൂ, ഒരു 10-15 മിനിറ്റൊക്കെ ഉള്ളു. എന്നാലും എത്ര സീൻ ഉണ്ടായിരുന്നു അത്രയും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് തന്നെയാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം ഓവറോൾ ഒരു 5-ൽ 3.5 അല്ലെങ്കിൽ 4 സ്റ്റാർ കൊടുക്കാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് സിനിമയാണ്. മാർവൽ ഹാർഡ് കോർ ആയിട്ടുള്ള ഫാൻസുകൾക്കൊക്കെ പോയി കാണാം, അല്ലാത്തവർക്കൊക്കെ OTT കാണുമോ അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണുമോ, അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. പക്ഷേ അത്രേ ഉള്ളൂ. ഇനി നല്ല കുഴപ്പമില്ലാത്തൊരു പടമാണ്. ഇനി അടുത്ത വ്ളോഗ് വരുമ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് കാണാം. ബൈ.